ഒരു നിമിഷം, ഞാൻ പ്രജീഷ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു മാഷുണ്ട്. പ്രജീഷ് നജമുദ്ദീൻ മാഷിനെ അറിയാവോ? പ്രജീഷ് അവിടെ പഠിപ്പിച്ച മാഷാ. ഹലോ, നമസ്കാരം പ്രജീഷ്. അതെ പ്രജീഷ് മാഷേ നമസ്കാരം. മാഷ് ഇപ്പൊ എവിടെയാ പഠിപ്പിക്കുന്നത്? ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരാണ് സാർ. ചെറുവണ്ണൂര്. എത്ര വർഷം പഠിപ്പിച്ചു വെള്ളാർമല സ്കൂളില്? 9 വർഷം ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു അധ്യാപനം? പറയും മാഷേ. ഓർക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് സാർ. മാഷ് കരയാണോ? മാഷ പറഞ്ഞോ, കേക്കാം. ഇതുവരെ മാനസിക ശരിയായിട്ടില്ല സാർ. ഞാൻ പഠിപ്പിച്ച മക്കളടക്കം പോയിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് 2004 മുതൽ 2013 വരെ അവിടെ ഉണ്ട് സ്കൂളിൽ. നാട്ടുകാരായാലും വിദ്യാർത്ഥികളും എല്ലാവരും വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെയൊക്കെ കഴിഞ്ഞായിരുന്നു. അവിടുന്ന് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞതിന് ശേഷവും പലപ്പോഴും അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങള്. മാഷിന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം അവിടെയായിരുന്നു അല്ലേ മാഷേ? അതെ സാർ, തീർച്ചയായിട്ടും. ഞാൻ അവിടെ ചില വീഡിയോ ഒക്കെ കാണുമ്പോഴേ നമ്മൾ പണ്ട് പഠിപ്പിച്ചത് കൊണ്ടും ഉള്ളിലൊരു മാഷുള്ളത് കൊണ്ടും നമുക്ക് ഈ നിങ്ങളൊക്കെ പുറത്ത് കുട്ടികളെ ഇരുത്തി ഒരുമിച്ച് വട്ടം കൂടി ഇരുത്തി പഠിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ എൻ്റെ പഴയ കാലമൊക്കെ ആലോചിച്ച് പോകുമായിരുന്നു. നമുക്കൊന്നും അവിടെ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. പക്ഷേ അത് ആലോചിക്കാൻ ഇനി നമുക്ക് കഴിയില്ല. ആ സ്കൂളിന് അതേപടി അവിടെ ഉണ്ടാവില്ല. അവിടുത്തെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ പ്രകൃതിയും അവിടെയുള്ള മനുഷ്യരും അല്ലേ? സാർ, ആ സ്കൂളിൽ പഠിക്കാനുള്ള പുഴയും പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനം അവിടുത്തെ മനുഷ്യരുടെ സ്നേഹമാണ്. നമ്മള് വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹം കിട്ടിയത് അവിടെ നിന്നാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത രക്ഷിതാക്കളായാലും മക്കളായാലും എല്ലാവരും. എത്ര വർഷം കഴിഞ്ഞിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും സാറേന്നും പറഞ്ഞുകൊണ്ട് വരും, രക്ഷിതാക്കളായാലും കുട്ടികളായാലും ഒക്കെ. മാഷേ ഏത് വർഷം അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നേ? 2013 ട്രാൻസ്ഫർ ആയി. പക്ഷെ ഇപ്പോഴൊന്നും ആ ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മാഷിനൊരു സങ്കടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മാഷിനെ വിരുമ്പി പോകുന്നു എന്ന് പറയുമ്പോൾ ആ സ്കൂളിൻ്റെ ഒരു പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു മാഷേ. എന്തായാലും നമുക്ക് ആ സ്കൂൾ എങ്ങനെയാണെങ്കിലും മറ്റൊരിടത്താണെങ്കിലും പുനർനിർമ്മിച്ച് കൊടുക്കണം. ആ നാട്ടുകാരുടെ ഒരു ആവശ്യം. നാട്ടുകാരുള്ള ആ സ്ഥലത്ത് സ്കൂളും അധ്യാപകരും ഒക്കെ അവിടെ ഉണ്ടാവണം. അധ്യാപകർ വരും മാറിപ്പോവും. പക്ഷേ ആ നാട്ടുകാരുണ്ടാക്കി വെച്ചേക്കുന്നൊരു പ്രോട്ടോക്കോൾ ഉണ്ട് ആ സ്കൂളിന്. അതാണ് ഈ 100 മേനി. നജിമുദ്ദീനെ പോലെയുള്ള വളരെ സമർത്ഥരായിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് ആ സ്കൂളിന് സംഭാവന നൽകുന്നുണ്ട്. അത് നജിമുദ്ദീന് മുൻപുണ്ടായിരുന്നവർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ, സർക്കാർ കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച സ്കൂൾ. ആ സ്കൂളിൻ്റെ ആ കെട്ടിടം ഉള്ളത് കൊണ്ടാണ് പല മനുഷ്യരും രക്ഷപ്പെട്ടത് അല്ലേ നജിമുദ്ദീൻ മാഷേ? ആ കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ ആ പുറവശം മൊത്തം പോയേനെ. അതെ മൊത്തത്തിൽ പോകും. ഞങ്ങളുടെ അവിടെ നിൽക്കണപ്പോഴുള്ള പള്ളി പോവും. അതുപോലെ എന്താ പറയുക, ആ വീടുകൾ തന്നെ മരണം അതിലും കൂടുതലായി വരും. വീടുകൾ പോവും. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അവിടെ. ആ ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് ഒരുപാട് എന്താ പറയാ, എല്ലാവരും ദൈവം കുറെ ആൾക്കാരെ കാത്തിട്ടുണ്ട്. ശരിയാ മാഷേ. അത് ആ നാടിനെ കാത്തത് 2 രീതിയിലാണ്. ഒന്ന്, ഒരു അക്ഷര വെളിച്ചം കൊടുത്തു. ഒരുപാട് പേര് ഞാനവിടെ കണ്ടു. സർക്കാർ സർവീസിലുള്ളവർ, അല്ലാതെ ബിസിനസ് ചെയ്യുന്നവർ, പ്രൊഫഷണലൊക്കെ പോയവർ ഒക്കെ അവിടെ പഠിച്ചു വന്ന സ്കൂളാണ്. നമ്മുടെ ഈ ഇപ്പോൾ നിൽക്കുന്ന ഷെഫീഖിനെ പോലുള്ള ആളുകൾ. ഷെഫീഖ് ഇപ്പം എന്താ ചെയ്യുന്നത്? സാറേ, ഞാനിവിടെ ITI കഴിഞ്ഞ് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. സാറേ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഈ സ്കൂളിൻ്റെ ഈ പ്രജീഷ് സാറെ പോലെ തന്നെ ഈ സ്കൂള് ബിൽഡപ്പ് ചെയ്ത് വരാനുള്ള ഏറ്റവും എഫേർട്ട് ചെയ്ത ഒരുപാട് പേര് മാഷ്മാരുണ്ട്. അവർ തൃശ്ശൂരും എറണാകുളവും കണ്ണൂരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരെ എഫേർട്ട് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഇവരെ ടീച്ചേഴ്സിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. കാരണം സാധാരണയായിട്ട് ഒരു സ്റ്റുഡൻറ്റിന് ആ ക്ലാസ്സിലെ ടീച്ചേഴ്സുമായിട്ടായിരിക്കും കൂടുതൽ ബന്ധം. എന്നെ സംബന്ധിച്ച് ഞാൻ ആ സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലീഡറായിരുന്നു. ആ ഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്.